വിവാദങ്ങൾക്കിടെ MLA വാഹനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യാത്ര തിരിച്ചത് വലിയ വാർത്തയായിരുന്നു. വീട്ടിൽ അടങ്ങിയിരിക്കാതെ സജീവമായി പുറത്തേക്ക് ഇറങ്ങാനാണ് രാഹുലിന്റെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എന്നാണ് കരുതിയത്. തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് കരുതിയിരുന്നു, പക്ഷേ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു എന്നാണ് വിവരം. പ്രതീക്ഷിച്ചതൊന്ന്, സംഭവിച്ചത് മറ്റൊന്ന്. ഉച്ചയ്ക്ക് 2:30 വൈകുന്നേരം 4:15 ഇടയിലുണ്ടായ സംഭവ വികാസങ്ങളെ ഈ രണ്ട് വാചകങ്ങളിൽ ചുരുക്കാം. 15 മിനിറ്റ് ദൈർഘ്യമുണ്ടായിരുന്ന വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് 2:55 കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിനുള്ളിലേക്ക് കയറിയത്. തൊട്ടു പിന്നാലെ സുഹൃത്ത് ഫെനി നൈനാൻ കാർപോർച്ചിലുണ്ടായിരുന്ന വാഹനത്തിൽ MLA ബോർഡ് ഘടിപ്പിച്ച് യാത്രയ്ക്ക് തയ്യാറാക്കി നിർത്തി. എങ്ങോട്ട് പുറപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ഫെനി നൈനാനോ പിന്നീട് പുറത്തേക്ക് വന്ന് വാഹനത്തിൽ കയറിയ MLA രാഹുൽ മാങ്കൂട്ടത്തിലോ കൃത്യമായ ഉത്തരം നൽകിയില്ല. മറ്റു സുഹൃത്തുക്കൾ റിനോ പി രാജൻ, ഫൈസൽ എന്നിവരടക്കം 4 പേരുമായി 3:33 കൂടി വാഹനം പുറത്തേക്ക് പോയി. തുടക്കത്തിൽ സാവധാനത്തിലായിരുന്നു യാത്രയെങ്കിൽ MC റോഡിലെത്തിയതോടുകൂടി വാഹനം അതിവേഗതയിലാണ് കടന്നുപോയത്. തിരുവനന്തപുരത്തേക്കാണ് യാത്ര എന്ന് പോലും ഒരു ഘട്ടത്തിൽ സംശയിച്ചിരുന്നുവെങ്കിൽ പിന്നീട് അതിൽ മാറ്റമുണ്ടാകുന്നു എന്നതിൻ്റെ സൂചനകളാണ് പിന്നീട് ലഭ്യമായത്. 10 കിലോമീറ്റർ ദൂരം മാത്രമാണ് വാഹനത്തെ കൃത്യമായി പിന്തുടരാൻ നമുക്ക് സാധിച്ചത്. ഒടുവിൽ ജില്ലാ അതിർത്തിയായ ഏനാത്ത് വെച്ച് മുൻപേ പോയ വാഹനം അമിത വേഗം കൈവരിക്കുകയും മറ്റൊരു വഴിയിലേക്ക് കടന്നു പോവുകയും ഉണ്ടായി. ചുരുക്കത്തിൽ ആ പ്രദേശങ്ങളൊന്ന് ചുറ്റിത്തിരിഞ്ഞ് വൈകുന്നേരം 4:15 കൂടി വാഹനം തിരികെ വീട്ടിലെത്തി. 3 കാര്യങ്ങളാണ് ഉച്ചതിരിഞ്ഞുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒന്ന്, രാജിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല. മറ്റൊന്ന്, ഓഡിയോ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധത്തിന് അതല്ലെങ്കിൽ പോരാട്ടത്തിന് താൻ ഒരുക്കമാണെന്നുള്ള സൂചന നൽകുന്നു. മറ്റൊന്ന്, 3 ദിവസമായി വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന താൻ ഇനി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നു എന്നതിൻ്റെ സൂചന അവസാന നിമിഷത്തെ വാഹനയാത്രയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്.